നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് ഇരിങ്ങൽ ശ്രീ വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടുന്ന വഴി കണ്ണൂർ പയ്യന്നൂർ ദേശീയപാതയിൽ ചുടലയിൽ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇരിങ്ങൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് എത്താം. ആ ഇരിങ്ങൽ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമദേവൻ കൂടിയാണത്രേ ഈ വയത്തൂർ കാളിയാർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങൾ പറയാനുണ്ടത്രേ. നമുക്ക് ആ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ഇരിങ്ങൽ വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പ്രേക്ഷകർക്ക് കാണാം. പഴയ സമ്പ്രദായത്തിൽ ആ കാടും അതുപോലെ തന്നെ പഴയ സമ്പ്രദായത്തിലുള്ള മണ്ണും ഒക്കെ അതുപോലെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പ്രതീതിയാണ്. ക്ഷേത്രത്തിലേക്ക് വരുമ്പം തന്നെ കിഴക്കോട്ടേക്ക് ദർശനമായിരിക്കുന്ന വയത്തൂർ കാളിയാർ ഈശ്വരൻ ആ ക്ഷേത്രത്തിലേക്ക് വരുമ്പം നമുക്ക് ഈ പ്രേക്ഷകർക്ക് കാണാം. ഇതിലൂടെയാണത്രേ ഇവിടെ ഉത്സവവും തെയ്യവും നടക്കുന്നൊരു സങ്കേതം. അപ്പോൾ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ആ മഹാദേവനെ വയത്തൂർ കാളിയാർ ഈശ്വരനെ കാണാൻ വരുന്നൊരു വഴിയാണിത്. ഇതതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളും ക്ഷേത്ര പരിപാലന സമിതിയും ഒക്കെ അതുപോലെ തന്നെ സംരക്ഷിച്ചു വെച്ചതായി നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രങ്ങളൊക്കെ പഴമയോടുകൂടി സൂക്ഷിക്കണം. അങ്ങനെ പഴമയോടുകൂടി സൂക്ഷിക്കുമ്പോഴാണത്രേ അത് പ്രകൃതിയുമായി ഒരു താതാത്മ്യമുണ്ടാവുക. അതുകൊണ്ടാണല്ലോ പണ്ടുള്ള ആളുകൾ പറയുന്നത് ക്ഷേത്രങ്ങളിൽ വരുന്ന സമയത്ത് പാദരക്ഷ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ കാലിന് വരെ എനർജി തരുന്നതാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. പക്ഷേ ഇരിങ്ങലെ വയത്തൂർ കാളിയാർ ഈശ്വരൻ്റെ അടുത്തൊന്നും ഇതൊന്നും വേണ്ട. വളരെ മനോഹരമായ പടവുകളിറങ്ങി മഹാദേവനെ തൊഴാൻ പോകണം എന്നാണ്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തൊഴുത് അങ്ങനെ പ്രാർത്ഥിക്കാം. ഇരിങ്ങലെ വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത ധനുമാസത്തിലെ ഉത്സവം. ധനുമാസം 1-ാം തീയതി മുതൽ 10 തീയതി വരെ ഉത്സവവും തുടർന്ന് 2 ദിവസം കളിയാട്ടവും. അപ്പോൾ ക്ഷേത്ര ആരാധനയിൽ ഉത്സവവും അതുപോലെ തന്നെ തിടമ്പ് നൃത്തവും തെയ്യമനുഷ്ഠാനവും നടക്കുന്ന അപൂർവം വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണത്രേ ഇരിങ്ങലെ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് ഇരുവേശി സമ്പ്രദായമാണ്. ഇരുവേശി സമ്പ്രദായത്തിൽ ആചാര്യൻ വന്ന് വർഷം തോറും ചെയ്യേണ്ടുന്ന ആചാര്യ തപസാമനായ ജപേന ആചാര്യ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തും ചൈതന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇരിങ്ങലെ ശ്രീ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രസന്നിധി. ഇരിങ്ങൽ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രത്തിന് പഴക്കവും ഐതിഹ്യവും ഏറെ പറയാനുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ മഹാദേവനും അർജുനനും ഭഗവാൻ കൃഷ്ണനുമൊക്കെയായി
ഐതിഹ്യമുണ്ട്. എന്തേ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോഭൂതിർ ധ്രുവാനീതിർ മതിർമമാന. എവിടെയാണോ യോഗീശ്വരനായ കൃഷ്ണനും അല്ലെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനുമുള്ളത്, അവിടെയാണത്രേ ഐശ്വര്യവും യശസ്സും ഒക്കെ എന്നാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഭഗവത്ഗീതയിലെ അർജുനൻ മഹാഭക്തനായിരുന്നു. ശ്രീകൃഷ്ണനേക്കാൾ ഭക്തി ശിവനോടായിരുന്നു അർജുനന്. അങ്ങനെ വനവാസ കാലഘട്ടത്തിൽ, പാണ്ഡവരുടെ വനവാസ കാലഘട്ടത്തിൽ അർജുനൻ ആ വനവാസ കാലഘട്ടത്തിൽ തപശക്തി വർദ്ധിപ്പിക്കാൻ പറ്റിയ സങ്കേതം ഏതാണെന്ന് നോക്കി ധാരാളം യാത്ര ചെയ്ത സമയത്ത് പയ്യാവൂര് എന്ന് പറയുന്ന സങ്കേതത്തിലെത്തിയിരുന്നു. അങ്ങനെ ആ പയ്യാവൂരിൽ അർജുനൻ തപശക്തി ആരംഭിച്ചു. ഈ സമയത്ത് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ കാട്ടാള വേഷത്തിൽ വന്ന കഥ നമുക്കറിയാം. അർജുനൻ തപസ് ചെയ്ത് തപശക്തി നേടുമെന്ന ഭയത്താൽ അസുരന്മാർ പന്നിയായി അവതരിച്ച് തപസ്സിനെ മുടക്കാൻ പോയ കഥയും നമുക്കറിയാം. അങ്ങനെ ഒരു ദിവസം ആശ്രമത്തിൽ അർജുനൻ തപസ് ചെയ്ത് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അസുരന്മാർ പന്നിയായി വേഷം ധരിച്ചു നാം. അങ്ങനെ പന്നിയായി വേഷം ധരിച്ച് പോകുന്ന സമയത്ത് പരമേശ്വരനും പാർവതീദേവിയും കിരാത രൂപത്തിൽ വേഷമെടുത്ത് വന്നു നാം. അങ്ങനെ ആ കിരാതൻ്റെ അമ്പെയ്ത് പന്നിക്ക് കൊണ്ടു നാം. അങ്ങനെ പന്നി അർജുനൻ ഇരിക്കുന്ന ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അവിടെ ധാരാളം അനിഷ്ടതകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ കോപിഷ്ഠനായിരിക്കുന്ന അർജുനൻ വീണ്ടും ഒരു അമ്പ് ചെയ്തു എന്നാണ് പറഞ്ഞ അമ്പ് പന്നിക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ കാട്ടാളൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ നെയ്ത അമ്പിൻ്റെ മുകളിൽ മറ്റൊരു അമ്പ് ചെയ്യാൻ താങ്കൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് അർജുനനും മഹാദേവനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം അർജുനനെ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ അർജുൻ കുന്ന് എന്ന് പറയുന്നു പയ്യാവൂർ ദേശത്തെ. ആ ദേശത്ത് അർജുനനെ വലിച്ച് കാട്ടാളനെ എറിഞ്ഞ സമയത്ത് എവിടെയാണോ ചെന്ന് വീണത് ആ ചെന്ന സ്ഥലത്ത് അർജുനൻ മണ്ണുകൊണ്ട് മഹാദേവനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവിടെ വെച്ച് അർച്ചന നടത്തിയെന്നാണ്. ഈ അർച്ചിക്കുന്ന പൂക്കളൊക്കെ പോകുന്നത് കാട്ടാളൻ്റെ പാദത്തിലാണ്. അങ്ങനെ അർജുനന് മനസ്സിലായി, ഇത് കേവലം ഞാൻ ഇത്രയും നേരം യുദ്ധം ചെയ്തത് മഹാദേവനോടാണ്. അങ്ങനെ ആ മഹാദേവനെ അർജുനൻ നമസ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം അനുഗ്രഹം കൊടുക്കുന്നതാണ് പാശുപതാസ്ത്രം. ആ പാശുപതാസ്ത്രം പ്രതിഷ്ഠിച്ച സ്ഥലമാണത്രേ പയ്യാവൂര്. ഇരിങ്ങൽ എന്ന് പറയുന്ന ഈ ദേശത്ത് നിന്ന് എല്ലാ വർഷവും ഈ പയ്യാവൂരിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ദേശത്തെ മഹാതപസ്വിയായ ഭക്തൻ എല്ലാ വർഷവും അവിടെ കാണാൻ പോകും. അങ്ങനെ ഒരു തവണ അവിടെ പോയപ്പോൾ മഹാദേവനോട് പറഞ്ഞു അത്രേ, പ്രായാധിക്യം കൊണ്ട് ഭഗവാനെ ഇനി എനിക്ക് അങ്ങയുടെ സമക്ഷം എത്താൻ സാധിക്കില്ല, അതുകൊണ്ട് അങ്ങ് എൻ്റെ കൂടെ വരണം, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഭക്തന്മാരുടെ പ്രാർത്ഥന ഭഗവാൻ എപ്പോഴും കേൾക്കും. അതും ഭഗവത്ഗീതയിൽ പറഞ്ഞു അല്ലേ, നമുക്ക് ഏത് രീതിയിലും ഭഗവാനെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഭക്തൻ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൂടെ വരും. അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ച പാശുപതാസ്ത്രത്തിൻ്റെ ഒരു ചൈതന്യം ഈ ഭക്തൻ്റെ ഓലക്കുടയിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ഈ ഭക്തൻ ആ ഓലക്കുടയും എടുത്ത് ഇങ്ങോട്ടേക്ക് വരികയും അങ്ങനെ ഇന്ന് ഈ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഏകദേശം വടക്കു പാർശ്വഭാഗത്ത് പഴയ കാലഘട്ടത്തിലൊരു അശ്വത്ഥം അരയാലുണ്ടായിരുന്നു. ആ അരയാലിൻ്റെ ചുവട്ടിൽ ഈ പാശുപതാസ്ത്രം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. അങ്ങനെ ആരാധിച്ച സമയത്ത് ഈ പ്രദേശത്തുള്ള ചില ആളുകൾക്ക് ഈ പ്രതിഷ്ഠയൊന്നും ഇഷ്ടമായില്ല എന്നും പിന്നീട് പല ദുർനിമിത്തങ്ങൾ വന്നതിന് ശേഷം വീണ്ടും പാശുപതാസ്ത്രം പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രതിഷ്ഠിച്ച ആരാധന നടക്കുന്ന ക്ഷേത്രം അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ പാശുപതാസ്ത്രം പ്രതിഷ്ഠിച്ച സ്ഥലമുള്ളൂ. അങ്ങനെ പാശുപതാസ്ത്രം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഈ ഇരിങ്ങലെ വയത്തൂർക്കാളിയാർ ക്ഷേത്രം. അങ്ങനെ പിന്നീട് ധാരാളം തപശക്തി കൊണ്ടും ചൈതന്യമൊക്കെ ആ ഭക്തൻ തൻ്റെ ഭഗവാനോട് വിലയം പ്രാപിച്ചു. അങ്ങനെ ആ മഹാദേവനിൽ ഈ ഭക്തനും വിലയം പ്രാപിച്ചു. പിന്നീട് ഇത് ക്ഷേത്ര സ്വഭാവത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ആരാധിച്ചു എന്നുമാണത്രേ ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ധാരാളം ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇരിങ്ങലെ
വയത്തൂർ കാലിയാർ ഈശ്വരക്ഷേത്രം. നമ്മളങ്ങനെ ക്ഷേത്രത്തിലെ പ്രദക്ഷിണപഥത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നി ഭാഗത്തായിട്ട് വളരെ എല്ലാ ഭംഗിയായ ഒരു കുളം നമുക്ക് കാണാം. ക്ഷേത്രക്കുളമാണ്. ഭക്തന്മാർ വന്നാൽ കയ്യും കാലൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കുളമാണ്. നല്ല പടവുകളൊക്കെ കെട്ടി വളരെ ഭംഗിയാക്കിയ ഒരു ക്ഷേത്രക്കുളം. കോട്ടത്ത് വീട്ടിൽ ഉള്ള കുടുംബത്തിലുള്ള ഒരു വയസ്സായ ആൾ സ്ഥിരമായിട്ട് പയ്യാവൂർ ഉത്സവം കാണാൻ പോകുമായിരുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് വയസ്സായി, ഒരു 70-76 വയസ്സായതിന് ശേഷം അവർ ലാസ്റ്റ് അവിടെ പോയി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഈ വർഷം കൂടി എനിക്ക് വരാൻ പറ്റൂ, ഇനിമേൽ എനിക്ക് അങ്ങനെ വരാനുള്ള ശക്തിയില്ല, അതുകൊണ്ട് എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊരു എന്തെങ്കിലുമായിട്ട് ഭഗവാൻ ഒരു ആലോചന ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ വരുന്ന സമയത്ത് അവരുടെ കൊടയിൽ അസ്ത്രം എന്ന് പറഞ്ഞാൽ പാശുപതാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസ്ത്രം കൊടയിൽ ഒന്നൊന്നും അങ്ങനെ വഴിയിൽ വെച്ച് നടന്നുള്ള യാത്രയാണല്ലോ. അങ്ങനെ നടന്നു വരുമ്പോൾ കടുവ കിടക്കണം. കടുവ കിടക്കുമ്പോൾ കാല് വെള്ളത്തിലൂടെ നടന്നു വന്നു എന്നാണ്. അങ്ങനെ മുക്കുന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഗണപതി ഹോമം ചെയ്യണം. സന്ധ്യാസമയമായി. അപ്പോൾ സന്ധ്യാസമയമായപ്പോൾ ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി ഒരു ഇല്ലത്ത് കയറി ഗണപതി ഹോമം ചെയ്യാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി ഹോമം സ്ഥലം ചോദിക്കുമ്പോൾ ഇല്ലത്തുള്ളവർക്കൊരു വശപ്പശക്ക് തോന്നി. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു, നിലം കരിയാതെ ഗണപതി ഹോമം ചെയ്യാൻ കഴിയെങ്കിൽ ചെയ്തോന്നു. ആയിക്കോട്ടെന്ന് പറഞ്ഞ് തോളിലുള്ള തോർത്തെടുത്ത് വിരിച്ച് അവിടെ ഗണപതി ഹോമം ചെയ്തു. ഗണപതി ഹോമം ചെയ്ത് അതിൻ്റെ ഭസ്മം എവിടെ കൊട്ടണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഒഴുകുന്ന വെള്ളത്തിൽ തോടിൽ ഒഴുക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളത്തിൽ ഒഴുക്കി അവിടെ എതുവരക്കും അത് ഒഴുകിയോ അത് അമ്പലത്തിൻ്റെ പേരിൽ, ഇരിങ്ങൽ അമ്പലത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വയത്തൂർ കാലിയാർ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു നിയമർദ്ദവും അധികാരവും മുക്കുന്നിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പം പ്രതിഷ്ഠിക്കാനൊരു സ്ഥലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി. ആ വയസ്സായവർക്ക് ഭഗവാനെ വെച്ച് പൂജിക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അവരുടെ തറവാട്ടിൻ്റെ പഴയ ഒരു വീടുണ്ടായിരുന്നു. തൽക്കാലം അവിടെ വെച്ച് പൂജ ചെയ്തിട്ട് അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ആരും ഇവിടെ സ്ഥലം കൊടുക്കുന്നില്ല. വയത്തൂർ കാലിയാർ എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ ബ്രാഹ്മണന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ ബ്രാഹ്മണന്മാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഒരു വലിയ അരയാലിൻ്റെ മുകളിൽ 41 ദിവസം അവർ വ്രതം ഇരുന്നു എന്നാണ്. 41 ദിവസം വ്രതം ഇരുന്നപ്പോൾ ഇങ്ങനെ ബ്രാഹ്മണ ശക്തിയെല്ലാം നശിച്ചിട്ട് അവർ ലാസ്റ്റിൽ ഒന്നൊന്നായി നശിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോൾ ഇനിയില്ല, ഒന്നുകൊണ്ട് ഞാൻ 100 തരാം അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇല്ലും നശിച്ചു. ഇല്ലത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ 5 ഇല്ലും അതിനുശേഷം അതേ പേരിൽ 5 ഇല്ലവും ഇരിങ്ങച്ചിണ്ടം കോമരത്തിൻ്റെ വയ്യവൻ മന്ദിരന്മാരും 2 കാരാളിനും ഊരാളിനും അങ്ങനെ അവരെ ആണ് ഈ ഇരിങ്ങൽ നാട്ടിലുള്ള ഈ അമ്പലം ആദ്യമായിട്ട് നടത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വളരെ എല്ലാ ഇതോടുകൂടി കെട്ടിയ കുളം നമുക്ക് കാണാം. പിന്നെ പൊതുവെ ഒരു നല്ല അന്തരീക്ഷം കൂടിയാണ്. കാരണം പടിഞ്ഞാറ് ഭാഗത്ത് വയൽ, കിഴക്ക് ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം നല്ല കാട് തന്നെയാണ്. ആ കാട്ടിലും ഉണ്ടത്ര ചില ഐതിഹ്യങ്ങൾ. അവിടെയും ചില ദേവതാ ചൈതന്യങ്ങളെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ പ്രേക്ഷകരെ അവിടെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഇനി നമുക്ക് പ്രദക്ഷിണപഥം പൂർത്തീകരിക്കാം.
അങ്ങനെ വൈത്തൂർക്കാലി അറീശ്വര ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പഥത്തിലൂടെ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കു പാർശ്വഭാഗത്തേക്ക് കിഴക്കോട്ടേക്ക് ദർശനമായാണത്രേ ഇവിടുത്തെ ഗുരുസ്ഥാനം. ആ ഗുരുസ്ഥാനത്തിൻ്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ പരമഭക്തനായ ഗുരു പയ്യാവൂർ ക്ഷേത്രത്തിൽ പോവുകയും അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ചൈതന്യവുമായി ഈ പ്രദേശത്തേക്ക് വന്നു എന്നാണ്. ഈ പ്രദേശത്ത് എത്തുന്നതിന് മുൻപ് ഒരു ഇല്ലത്ത് പോയിന്നും അങ്ങനെ ആ ഇല്ലത്ത് വെച്ച് ഈ പാശുപതാസ്ത്രമാകുന്ന മഹാദേവനെ അവിടെ പൂജിച്ചു എന്നാണ്. ആ പൂജിക്കുന്ന സമയത്ത് അവിടുത്തെ ഐതിഹ്യം പറഞ്ഞത് അവിടുത്തെ ഇല്ലത്തെ ബ്രാഹ്മണൻ ഇല്ലത്ത് വെച്ച് പൂജ കഴിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ പൂജ കഴിക്കുന്ന സമയത്ത് ഇല്ലം എവിടെയും അശുദ്ധിയാവാതെ സംരക്ഷിക്കണം. അങ്ങനെ ആ ഭക്തൻ തൻ്റെ ഉത്തരീയമെടുത്ത് ആ ഉത്തരീയത്തിനകത്ത് ഗണപതി ഹവനം കഴിച്ചു എന്നാണ്. ഒരു വസ്ത്രത്തിൽ ഗണപതി ഹോമം കഴിപ്പിച്ചാൽ ആ വസ്ത്രം കരിഞ്ഞു പോകും, കത്തിപ്പോണം. പക്ഷേ ആ ഭക്തൻ്റെ തപശക്തി കൊണ്ട് ആ ഇല്ലത്തിൻ്റെ പരിസരത്ത് എവിടെയും അശുദ്ധിയാവാതെ ഗണപതി ഹവനം കഴിച്ചു, ദേവന് പൂജ കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ അവശിഷ്ടമായി കിടക്കാക്കുന്ന ബാക്കി ഉപാധികളെടുത്ത് പുറത്തേക്ക് കളയാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ കളഞ്ഞ സ്ഥലം ഒരു ഇല്ലക്കാരുടേതായിരുന്നു എന്നും അങ്ങനെ ആ സ്ഥലം തികച്ചും ഈ ദേവനിലേക്ക് വേണ്ടി നീക്കി വെച്ചു എന്നാണ്. അങ്ങനെ ആ മഹാദേവനെ ഇവിടെ കൊണ്ടുവന്ന് കണക്കാക്കപ്പെടുന്ന ആരാധിച്ച ഭക്തൻ അഥവാ ആ ഭക്തനെ ഈ പ്രദേശക്കാർ ഗുരു സങ്കല്പത്തിലാണ് കാണുന്നത്. ആ ഗുരുസങ്കല്പമാണത്രേ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കേണ്ടത്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേത് എന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ഗുരുസങ്കല്പമായി തൊഴുത് പ്രാർത്ഥിക്കാം. അനുഷ്ഠാനമായി ഒരു പൂജയായി നിറമാല പോലെ തന്നെ ചുറ്റുവിളക്ക് അടിയന്തരം നടത്തുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണത്രേ വൈത്തൂർക്കാലി അറീശ്വര ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഗുരുസ്ഥാനം പൂർണ്ണ പ്രദക്ഷിണം പൂർത്തീകരിക്കാം. ഇനി നമുക്ക് ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തീകരിക്കാം. നമ്മുടെ ഈ അമ്പലത്തിൽ ധനു 1 മുതൽ ധനു 12 വരെ നമുക്ക് ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ധനു 1 മുതൽ ചുറ്റുവിളക്കും അതിനോടുകൂടി പായസദാനവും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസങ്ങളിലും നാട്ടുകാരുടെയും പുറത്തുള്ളവരും കുട്ടികളുടേതായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനെല്ലാം നാട്ടുകാരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് അമ്പലം ഇത്രവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഭാവി പരിപാടികളായിട്ട് ക്ഷേത്രത്തിന് വേണ്ടി സ്വന്തമായ ഒരു ഊട്ടുപുര ഉണ്ടാക്കുക, അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കാണുന്ന നട നല്ല രീതിയിൽ കെട്ടി സംരക്ഷിക്കുകയും എല്ലാ പ്രാവശ്യവും നടത്തുന്ന തെയ്യത്തെ കൂടാതെ അതിൻ്റെ എതിർവശത്തുള്ള കാവുകളിൽ പണ്ട് 100 തെയ്യത്തോളം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അതും കൂടി കഴിക്കാനുള്ള ഇത് ഈ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുളം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ആ കുളം പൂർത്തീകരിക്കുവാനും ഈ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ നടപ്പന്തലിനും കാര്യമായ ഒരു മാറ്റം വരുത്താനും കമ്മിറ്റി ആലോചിക്കുന്നു. അങ്ങനെ വൈത്തൂർക്കാലി അറീശ്വര ക്ഷേത്രത്തിലെ പൂർണ്ണ പ്രദക്ഷിണം നമ്മൾ വെക്കുന്ന സമയത്ത് പഴയ സമ്പ്രദായത്തിലുള്ള അടുപ്പ് കാണാം. ഇതിനൊരു പ്രത്യേകതയുണ്ട് അത്രേ. നെയ്യമൃത് ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രം. ആ നെയ്യമൃത് വ്രതം കിടമ്പീർത്ത സമയത്ത് തന്നെ തീയിലേക്ക് ചാടി അഥവാ കടന്നു പോയിക്കൊണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പാശുപതാസ്ത്രം മഹാദേവൻ അർജുനന് കൊടുക്കുന്ന സമയത്തുണ്ടായ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്നൊരു അനുഷ്ഠാനമാണ് തീയിൽ നടന്നു പോകുന്നത്. അത് വ്രതശുദ്ധിയോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി നടക്കുന്നതാണ്. ഇരിങ്ങൽ മഹാദേവ ക്ഷേത്രത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇനി നമുക്ക് പ്രദക്ഷിണ പദം അകത്ത് കയറി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം.
നമുക്ക് പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ഇനി നമുക്ക് അകത്ത് പ്രദക്ഷിണം വെച്ച് വയത്തൂർ കാളിയാർ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ കിഴക്കോട്ടേക്ക് ദർശനമായ വയത്തൂർ കാളിയാർ ഈശ്വരൻ, ഈ ദേവന് നെയ്യമൃത് ഏറെ പ്രധാനമാണത്രേ. അതുകൊണ്ട് തന്നെ ഉത്സവ കാലഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ട നെയ്യമൃത് വ്രതക്കാരോട് കൂടിയാണ് ഇവിടുത്തെ കോമരവും അനുഷ്ഠാനത്തോടു കൂടിയാണത്രേ ഓരോ ഉത്സവവും പൂർത്തീകരിക്കപ്പെടുന്നത്. ഏതൊരു ഭക്തനും ഇരിങ്ങൽ വയത്തൂർ കാളിയാർ ഈശ്വരൻ്റെ അടുത്ത് വന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി നെയ്യമൃത് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയാണത്രേ. അതിന് കാരണം ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടും ഇവിടെ നെയ്യമൃതാണത്രേ. അങ്ങനെ മഹാദേവനെ തൊഴുത് വയത്തൂർ കാളിയാർ ഈശ്വരനെ തൊഴുത് പ്രദക്ഷിണപഥം പൂർത്തിയാക്കുമ്പം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി പാർവതി സമേതനാണ് പൊതുവെ ശിവനാണ്. അപ്പോൾ ശിവൻ പൂർണ്ണമാകുന്നത് ശക്തിയിലൂടെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പടിഞ്ഞാറോട്ടേക്ക് ദർശനമായി സോമേശ്വരി ചൈതന്യം കുടിയിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് ഏതൊരു ഭക്തൻ വന്നു കഴിഞ്ഞാൽ മഹാദേവനെ തൊഴുത് സോമേശ്വരിയെ തൊഴുതാണത്രേ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രത്തിലെ പ്രദക്ഷിണപഥം പൂർത്തീകരിക്കപ്പെടുന്നത്. നമുക്കും സോമേശ്വരിയെ തൊഴുത് പ്രാർത്ഥിക്കാം. സോമേശ്വരി ഭഗവതിയെ തൊഴുതതിന് ശേഷം പ്രദക്ഷിണപഥം പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് കാണാം പഴയ സമ്പ്രദായത്തിൽ അഴിക്കൂട്, ഈ അഴിക്കൂടോട് കൂടിയിട്ടുള്ളതാണത്രേ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും. ഗണപതി വിശേഷ സമയത്തൊക്കെ ഗണപതി ഹവനം കഴിപ്പിച്ചും മണ്ഡലമാസം നവരാത്രി പോലുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വയത്തൂർ കാളിയാർ ക്ഷേത്രം ഇരിങ്ങലെ. മറ്റൊരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ലതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പയ്യാവൂരിൽ നിന്ന് പാശുപതാസ്ത്രം ഓലക്കുടയിൽ സങ്കല്പം ചെയ്ത് ഈ ക്ഷേത്രത്തിലേക്ക് ഐതിഹ്യം പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നും അങ്ങനെ ഈ പ്രദേശത്തെ ബ്രാഹ്മണ ഇല്ലങ്ങൾ, ആ ഇല്ലത്തുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ട ഭൂസ്വത്ത് മുഴുവൻ എഴുതി വെച്ചു എന്നാണ്. പിന്നീട് കാലം മാറുന്ന സമയത്ത് ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ ജീർണിക്കപ്പെട്ടുവെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരക്കാരും ഇവിടുത്തെ കമ്മിറ്റിയും ഒക്കെ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ നവീകരണ ഘട്ടം കഴിഞ്ഞു. ഇനി ഇവരുടെ ഒരു പ്രധാന ഉദ്ദേശം ഒരു ഊട്ടുപുരയും അതുപോലെ തന്നെ കുളത്തിൻ്റെ പൂർണ്ണ നവീകരണവുമാണത്രേ. നടപ്പന്തൽ, ഇത്തരം കാര്യങ്ങൾ കൂടി ഭൗതികമായി വർദ്ധിപ്പിക്കാനുള്ള അശ്രാന്തമായ ശ്രമത്തിലാണ് ഇപ്പം ഈ ക്ഷേത്രക്കാർ. നമുക്കറിയാം ഇത് മഹാദേവ സങ്കല്പമായതുകൊണ്ട് ഇതിന് പൂർണ്ണ പ്രദക്ഷിണമില്ല. ഇനി നമുക്ക് പ്രദക്ഷിണം പൂർത്തിയാക്കണമെങ്കിൽ ഇവിടെ വന്ന് തൊഴുത് ഓവിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും ശ്രീകോവിലിൻ്റെ താഴികക്കുടം നോക്കി തൊഴുത് നമ്മൾ പ്രദക്ഷിണം അപ്രദക്ഷിണമായിട്ട് പോകണം. അപ്പോൾ ഇരിങ്ങൽ ശ്രീ വയത്തൂർ കാളിയാർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നൊരു പ്രധാന പാഠം, ഭഗവാൻ വിളിച്ചാൽ ഭക്തന്മാർക്ക് വെളിപ്പുറത്താണ്. ഇരിങ്ങലെ പ്രാധാന്യത്തോടു കൂടിയ ഭക്തൻ പയ്യാവൂര് മഹാദേവനെ തൊഴാൻ എല്ലാ വിശേഷ കാലഘട്ടത്തിലും ഉത്സവ കാലഘട്ടത്തിലും പോകുന്ന. അങ്ങനെ ഒരു തവണ അവിടെ എത്തിയ സമയത്ത് പയ്യാവൂരപ്പനെ നോക്കിയിട്ട് ഇരിങ്ങലെ ഭക്തൻ പറഞ്ഞു എന്നാണ്, ഭഗവാനെ, എൻ്റെ പ്രായാധിക്യം കൊണ്ട് ഇനി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ ഭക്തൻ്റെ വിളി ഭഗവാൻ കേട്ടു എന്നാണ്. അങ്ങനെ ഈ ഭക്തൻ കൊണ്ടുപോയ ഓലക്കുടയിൽ പാശുപതാസ്ത്രത്തിൻ്റെ ചൈതന്യം ഈ ഓലക്കുടയിൽ ലയിപ്പിച്ചു, സന്നിവേശിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഭക്തൻ ഈ ഓലക്കുടയും എടുത്ത് ഈ ദേശത്തേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് മുക്കുന്നു എന്ന് പറയുന്ന ഇല്ലത്ത് അവിടെ വെച്ച് ആരാധിച്ചു എന്നും ആ സമയത്തും ഭഗവാന്റെ പരീക്ഷണം ആ ഭക്തനുണ്ടായിരുന്നു. കൊണ്ടുപോയ ഉത്തരീയത്തിൽ ഗണപതി ഹവനം കഴിപ്പിച്ചതിന് ശേഷം ആ കഴിപ്പിച്ച ഉത്തരീയത്തിന് ഒരു കേടും വന്നില്ല.
അങ്ങനെ ഗണപതി ഹവനം കഴിപ്പിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് കളഞ്ഞ ദിക്ക് വരെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി കൊടുത്തു എന്നും അങ്ങനെ ഈ ഭക്തൻ ഈ ദേശത്തെത്തിയെന്നും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട അശ്വത്ഥം അരയാലിൻ്റെ കീഴിൽ പാശുപതാസ്ത്രം വെച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ചു എന്നും പിന്നീട് ഈ ക്ഷേത്രമായി മാറിയെന്നുമാണ്. അങ്ങനെ ഈ ദേവനെ കൊണ്ടുവന്ന ഭക്തന് പ്രത്യേകം ഗുരുസ്ഥാന സങ്കല്പമായ പ്രതിഷ്ഠ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. മറ്റൊന്ന് നെയ്യമൃത് വ്രതക്കാർ വ്രതനിഷ്ഠയോടുകൂടി നിന്ന് ഉത്സവം നടക്കുന്ന ക്ഷേത്രം. വിശേഷ കാലഘട്ടത്തിൽ ധനുമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ധനു മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. അത് കഴിഞ്ഞ് 2 ദിവസം കളിയാട്ടം, വിശേഷമായ തെയ്യം അനുഷ്ഠാനം നടക്കുന്ന ക്ഷേത്രം. അപ്പോൾ ഉത്സവവും തെയ്യവും സമ്മേളിക്കുന്ന ഉത്തര മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ഇരിങ്ങൽ ശ്രീ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് സോമേശ്വരിക്ക് പ്രത്യേകം പടിഞ്ഞാറോട്ടേക്ക് ദർശനമായി ഭഗവതിയെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ഇത്തരം ആരാധനകളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ഇരിങ്ങൽ ശ്രീ വയത്തൂർ കാളിയാർ ഈശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.